ഹായ് ഫ്രണ്ട്സ്, പുതിയ ATM കാർഡിൻ്റെ പിൻ എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ദിസ് ഇസ് ധന്യാസ് ഓൺ ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. ഞാനിപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിച്ചിട്ടാണ് പിൻ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ATM കാർഡിൻ്റെ ചിപ്പ് മുകളിലോട്ട് വരുന്ന രീതിയിൽ അതിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ഡിസ്പ്ലേയിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും വന്ന ഡിസ്പ്ലേയിൽ ഗ്രീൻ പിൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. OTP ജനറേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. ബാങ്കുമായി കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് ഈ ടൈം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കീബോർഡിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൺഫേം സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റർ അടിച്ച് കൊടുക്കുക. ഡിസ്പ്ലേയിൽ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കസ്റ്റമർ ID നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ബാങ്കിൽ പോയിട്ട് കസ്റ്റമർ ID നമ്പർ നമ്മൾ വാങ്ങിച്ചിരിക്കണം. ഞാൻ പോയി വാങ്ങിച്ചിരുന്നു. നമ്മുടെ പുതിയ പാസ്ബുക്കൊക്കെ ആണെങ്കിൽ കസ്റ്റമർ ID നമ്പർ പുതിയ പാസ്ബുക്കിലുണ്ടാവും. ഇപ്പോൾ ഞാൻ ബാങ്കിൽ പോയി വാങ്ങിച്ച കസ്റ്റമർ ID നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, കൺഫേം സെലക്ട് ചെയ്ത് കൊടുത്തു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലോട്ട് OTP നമ്പർ മെസ്സേജായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ആ OTP നമ്പറിന് 24 മണിക്കൂറാണ് വാല്യൂ ഉള്ളത്. അതിനു മുമ്പ് നമ്മൾ വീണ്ടും ATMൽ വന്ന് ആ ഒരു പിൻ നമ്പർ മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ വീണ്ടും നമ്മുടെ ATM കാർഡ് മെഷീനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും കൊടുക്കുകയാണ്. ചിപ്പിൻ്റെ ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിലാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗ്രീൻ പിൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ സെറ്റ് പിൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വന്നിട്ട് നമ്മുടെ OTP നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോണിൽ വന്ന മെസ്സേജ് നോക്കി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ OTP ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് പുതിയ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ATMൻ്റെ പുതിയ പാസ്വേഡ് 4 അക്ക നമ്പറാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കീബോർഡിൽ 4 അക്ക നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുത്ത് ഒന്നില്ലെങ്കിൽ എൻ്റർ ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ഈ ഒരു 4 അക്ക നമ്പർ തന്നെ വീണ്ടും കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൺഫേം സെലക്ട് ചെയ്ത് കൊടുക്കണം. എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഒരു നമ്പർ കീബോർഡിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ATMൻ്റെ പുതിയ 4 അക്ക നമ്പർ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഒരു നമ്പർ നമുക്ക് ഓർമ്മയിൽ വേണം. ഇത്രയും ആയി കഴിഞ്ഞാൽ പുതിയ ATM കാർഡിൻ്റെ പുതിയ പാസ്വേഡ് നമ്മൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് എടുക്കാവുന്നതാണ്. സെൻട്രൽ ബാങ്കിൻ്റെ പുതിയ ATM കാർഡാണ് നമ്മൾ പുതിയ പിൻ കൊടുത്ത് വെരിഫൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്